റഷ്യയിൽ നിന്ന് ഇന്ത്യ വലിയ തോതിൽ എണ്ണ വാങ്ങുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് അമേരിക്ക ഇതിനെ എതിർക്കുന്നത്? അമേരിക്ക എതിർത്തിട്ടും എന്തുകൊണ്ട് ഇന്ത്യ റഷ്യൻ ഓയിൽ വാങ്ങുമെന്ന് പറയുന്നു? ഇന്ത്യക്കു എന്ത് നേട്ടമാണ് ഇതുകൊണ്ടുള്ളത്? ലോകരാഷ്ട്രീയത്തിലെ ഈ കുതന്ത്രങ്ങളുടെ പിന്നിലെ ഓരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെയും നിങ്ങളുടെയും ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഈ വിഷയത്തിന്റെ ഉത്തരം ഈ ചെറിയ വീഡിയോ കണ്ടു തീരുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും. ആദ്യം അമേരിക്കയുടെ എതിർപ്പിന്റെ കാരണം നോക്കാം. റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോൾ റഷ്യയെ സാമ്പത്തികമായി തളർത്താൻ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ചേർന്ന് ഒരുപാട് ഉപരോധങ്ങൾ കൊണ്ടുവന്നു. റഷ്യയെ സാമ്പത്തികമായി തകർക്കുക, അവരുടെ യുദ്ധച്ചെലവ് കുറയ്ക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. പക്ഷേ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് അമേരിക്കയ്ക്ക് ഒരു തലവേദനയാണ്. കാരണം ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നതിലൂടെ അമേരിക്കയുടെ ഉപരോധങ്ങളെ മറികടക്കാൻ റഷ്യയെ സഹായിക്കുന്നു എന്നാണ് അവരുടെ പ്രധാന വിമർശനം. ഇത് റഷ്യൻ സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിന് തുല്യമാണെന്ന് അവർ പറയുന്നു. കാരണം എണ്ണ വാങ്ങുന്നത് ഒരു ചെറിയ രാജ്യമല്ല. റഷ്യ കയറ്റുമതി ചെയ്യുന്ന എണ്ണയുടെ 35% നിലവിൽ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയാണ്. ഈ കാര്യത്തിൽ ചൈന പോലും ഇന്ത്യക്ക് പിന്നിലാണ്. ഓരോ വർഷവും 1.5 ലക്ഷം കോടിയിലധികം ഇന്ത്യൻ രൂപയാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനായി ചെലവാക്കുന്നത്. ഈ ഭീമമായ തുക റഷ്യയുടെ സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കുന്നതിലും വലിയ പങ്കുവഹിക്കുന്നുണ്ട്. എണ്ണ വിറ്റ് കിട്ടുന്ന പണം റഷ്യ അവരുടെ യുദ്ധാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഇത് ധാർമ്മികമായി ശരിയല്ലെന്ന് അമേരിക്ക വാദിക്കുന്നു. റഷ്യ വലിയ ഡിസ്കൗണ്ടിൽ എണ്ണ വിൽക്കുന്നുണ്ടെങ്കിലും അവർക്ക് ഒന്നും ലഭിക്കാത്തതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇന്ത്യയെപ്പോലുള്ള രാജ്യത്തിനു കുറഞ്ഞ വിലയിൽ ഇത്രയധികം എണ്ണ നൽകുന്നത്. റഷ്യക്കെതിരെ ലോകം ഒന്നിച്ചു നിൽക്കണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുമ്പോൾ ഇന്ത്യയുടെ ഈ കച്ചവടം ആ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്നു എന്നാണ് അവരുടെ വിലയിരുത്തൽ. അമേരിക്ക എതിർക്കുമ്പോഴും ഇന്ത്യ തങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? വെറുതെയല്ല, ഇന്ത്യക്ക് വലിയ നേട്ടങ്ങളാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ഉപരോധങ്ങൾ കാരണം റഷ്യൻ എണ്ണയ്ക്ക് ആഗോള വിപണി വിലയേക്കാൾ നല്ല കിഴിവ് ലഭിക്കും. ഇന്ത്യയെപ്പോലുള്ള ഒരു വലിയ എണ്ണ ഇറക്കുമതി രാജ്യത്തിന് ഇത് വലിയ ലാഭമാണ്. ഇത് രാജ്യത്തെ പണപ്പെരുപ്പം കുറക്കാനും ഇറക്കുമതി ചെലവ് കുറക്കാനും സഹായിക്കുന്നു. കൂടാതെ അതിവേഗം വളരുന്ന നമ്മുടെ രാജ്യത്തിന് സ്ഥിരമായി ഊർജ്ജം ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. റഷ്യൻ എണ്ണ ഈ ആവശ്യത്തിന് ഒരു വിശ്വസനീയമായ ഉറവിടം നൽകുന്നു. കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ലഭിക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നു. ഇത് പണപ്പെരുപ്പം കുറച്ച് സാമ്പത്തിക സ്ഥിരത നിലനിർത്താൻ സഹായിക്കും. മറ്റൊന്ന് ഇന്ത്യയുടെ സ്വതന്ത്രമായ വിദേശ നയമാണ്. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം രാജ്യത്തിന്റെ താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഒരു വിദേശ നയം പിന്തുടരുന്ന ഒരു നയമാണ് ഇന്ത്യ തുടരുന്നത്. അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങാതെ നിൽക്കുന്നത് ഇന്ത്യക്ക് കാലാകാലങ്ങളായി പിന്തുടരുന്ന തങ്ങളുടെ നിലപാടിൽ വെള്ളം ചേർക്കേണ്ടി വരുന്നില്ല. ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമാണ്. ഉക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചത്. സ്വന്തം രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് ഇന്ത്യ എണ്ണ വാങ്ങുന്നത്. എണ്ണ സ്രോതസ്സുകൾ കൂടുതൽ രാജ്യങ്ങളിൽ നിന്ന് കണ്ടെത്താൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ടെങ്കിലും റഷ്യയുമായുള്ള നിലവിലെ കരാറുകൾ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ഇന്ത്യ തയ്യാറല്ല. ഇത് ഇന്ത്യയുടെ നയതന്ത്രത്തിലെ ഒരു പ്രധാന ബാലൻസിംഗ് ആക്ട് ആണ്. ഇന്ത്യയുടെ ഈ നീക്കങ്ങളോട് അമേരിക്ക എങ്ങനെ പ്രതികരിക്കും എന്നതാണ് അടുത്ത ചോദ്യം. നേരിട്ടുള്ള ഉപരോധങ്ങൾ വന്നിട്ടില്ലെങ്കിലും ചില സമ്മർദ്ദങ്ങൾ കാണാൻ സാധിക്കും. ഇന്ത്യ റഷ്യൻ എണ്ണ ഇറക്കുമതി കുറയ്ക്കാൻ നയതന്ത്രപരമായ ചർച്ചകളിലൂടെയും മറ്റു വഴികളിലൂടെയും അമേരിക്ക ശ്രമിക്കും. മറ്റ് എണ്ണ സ്രോതസ്സുകൾ നൽകാൻ വാഗ്ദാനം ചെയ്യാനും സാധ്യതയുണ്ട്. ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താൻ US ഇന്ത്യയെ മുൻപ് സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. റഷ്യയുടെ കാര്യത്തിലും സമാനമായ നീക്കങ്ങൾ പ്രതീക്ഷിക്കാം. കൂടാതെ താരിഫ് രീതിയിലും ഇന്ത്യക്കുമേൽ അമേരിക്ക സമ്മർദ്ദം ചെലുത്തും. റഷ്യൻ എണ്ണ വിഷയത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ചെറിയ ഉരസൽ നിലവിലുണ്ടെങ്കിലും അമേരിക്കക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഇന്ത്യയെ ഈ കാര്യത്തിൽ ഭീഷണിപ്പെടുത്താൻ പറ്റില്ല. കാരണം അമേരിക്കയുടെ മുഖ്യ ശത്രു ചൈനയ്ക്ക് ഒരു പ്രതിരോധമെന്ന നിലയിൽ ഇരുവർക്കും പരസ്പരം സഹകരണം അത്യാവശ്യമാണ്. അതിനാൽ ഈ തർക്കം ഒരു വലിയ ഏറ്റുമുട്ടലിലേക്ക് പോകാൻ സാധ്യതയില്ല. ഇരുപക്ഷവും ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ ശ്രമിക്കും. ഈ സാഹചര്യം ആഗോള എണ്ണ വിപണിയിലും ലോകശക്തികൾക്കിടയിലെ നയതന്ത്രത്തിലും എന്തു മാറ്റങ്ങൾ വരുത്തുമെന്ന് കണ്ടറിയാം. ചുരുക്കി പറഞ്ഞാൽ റഷ്യൻ എണ്ണക്കച്ചവടം ഇന്ത്യക്ക് സാമ്പത്തിക നേട്ടങ്ങളും തന്ത്രപരമായ സ്വാതന്ത്ര്യവും നൽകുമ്പോൾ അത് ലോകത്തിലെ ഒരു വലിയ ശക്തിയുടെ അതൃപ്തി ക്ഷണിച്ചു വരുത്തുന്നു. ഈ സങ്കീർണമായ ലോകത്ത് നമ്മുടെ രാജ്യം സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിച്ച് എങ്ങനെ മുന്നോട്ടു പോകുന്നു എന്നതിന്റെ ഒരു നേർചിത്രമാണിത്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അമേരിക്കക്ക് വഴങ്ങി ഇന്ത്യ തീരുമാനത്തിൽ നിന്നു പിന്മാറുമോ? അതോ വർഷങ്ങളായി വിശ്വസ്ത ചെങ്ങാതിയായ റഷ്യയ്ക്കു ഒപ്പം നിൽക്കുമോ? കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.